എൻ്റെ പേര് റോസി. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ അരനാട്ടയുടെ ഇടകാമമാണ്. എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷമായിട്ടും കുഞ്ഞുങ്ങളുണ്ടായില്ല. ഞാൻ ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളിൽ പങ്കെടുക്കാറുണ്ട്, സാക്ഷ്യങ്ങളും കേൾക്കാറുണ്ട്. 2023 ജൂലൈ മാസം 6-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി അടിച്ച് പ്രാർത്ഥിച്ചു. സെപ്റ്റംബർ മാസത്തിൽ തന്നെ മോൾ പ്രഗ്നൻ്റായി. 2024 മെയ് 24-ാം തീയതി എൻ്റെ മകൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. മോൻ്റെ പേര് റൂഹ് എന്നാണ്. ഞാൻ കാരുണ്യപ്രവൃത്തികൾ, സാമ്പത്തിക സഹായം ചെയ്യുന്നവർക്ക് കൊടുക്കാറുണ്ട്, പത്രം വിതരണങ്ങൾ ചെയ്യാറുണ്ട്, പിന്നെ അരമണിക്കൂർ ബൈബിൾ വായിക്കാറുണ്ട്, എല്ലാ ദിവസം പള്ളിയിൽ വിശുദ്ധബലി സംഭവിക്കാറുണ്ട്. പിന്നെ എനിക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ 2 സഹോദരങ്ങൾക്ക് വീട് ലഭിച്ചു. അതുപോലെ ഒരു നിയോഗം, സഹോദരൻ മകളുടെ വിവാഹം നടക്കാൻ വേണ്ടി നിയോഗം വെച്ചതുണ്ടായിരുന്നു, അതും നടന്നു. പിന്നെ ഇവിടുന്ന് വ്യഞ്ചരിച്ച ഉടമ്പടി തൈലം, ഉപ്പ്, തേൻ എന്നിവ ഉപയോഗിച്ചത് ഫലമായി എനിക്കും കുടുംബത്തിൻ്റെ രോഗസൗഖ്യം ലഭിച്ചിട്ടുണ്ട്. ഇത്രയേറെ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി. ഫിലിപ്പി 4:19 എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. റോസി എന്ന ഈ അമ്മയും കുടുംബവും കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ വലിയ സന്തോഷത്തോടു കൂടി 9 വർഷമായി ദാമ്പത്യ ജീവിതത്തിൽ മക്കളില്ലാതിരുന്ന മകൻ്റെയും കുടുംബത്തിനും അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ഒരു കുഞ്ഞിനെ ലഭിച്ചതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. ഉടമ്പടിയുടെ ഓരോ കാര്യവും അമ്മ വളരെ വിശ്വസ്തയോടെ നിർവഹിക്കുകയും ദൂരദേശത്തുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിലൂടെ മക്കൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തെ ഈ അൾത്താരയിൽ നന്ദിപൂർവ്വം സാക്ഷ്യപ്പെടുത്തുന്നു. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.